നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. ഇതാ നോക്കിയേ. അപ്പോൾ ആദ്യം നമ്മൾ ബാക്കി വന്ന ചോറൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്ക് ബാക്കി വന്ന ചോറല്ല, നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ചോറും അതിലേക്ക് 2 മുട്ടയും ചേർത്ത് കുറച്ച് ഉപ്പും വെള്ളം ചേർത്താണ് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് മൈദപ്പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എങ്ങനെയാണ് നമ്മളിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്ര സിമ്പിളായിരുന്നോ ഇത് ഉണ്ടാക്കാനെന്ന്. അപ്പോൾ നോക്കിയേ. അപ്പോൾ നമ്മൾ മൈദപ്പൊടി അങ്ങോട്ട് അരച്ചെടുത്ത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴക്കാനൊന്നുമില്ല കേട്ടോ, ഒരു ഏകദേശം പരുവാകുന്നത് വരെ കുഴച്ചാൽ മതി. നന്നായിട്ട് കുഴച്ച് അങ്ങോട്ട് സോഫ്റ്റ് ആക്കണമെന്നൊന്നുമില്ല. അതിലേക്ക് എന്ത് ചെയ്താൽ മതി, എന്നിട്ട് സൺഫ്ലവർ ഒന്ന് തൂവിയിട്ട് ഒന്ന് മാറ്റി വെച്ചാൽ മതി. കൂടുതൽ സമയമൊന്നും മാറ്റി വെക്കണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മളിതൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചത് ഇതുപോലെ കുറച്ചുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ആളുകളുണ്ട്, അപ്പോൾ എല്ലാവർക്കും കഴിക്കണ്ടേ. പിന്നെ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിലല്ലേ കുഴച്ചത്, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ റാക്കിൽ വെച്ചിട്ടാണ് ഇതിനെ പരത്തിയെടുക്കുന്നത്. അത്യാവശ്യം വലിയ രീതിയിൽ പരത്തിയെടുക്കാനുണ്ടായതുകൊണ്ട് അപ്പോൾ റാക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ച് ഇതാ പരത്തി ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കണം എന്ന് തോന്നും. ഞാൻ ഹോട്ടലുകളിൽ പോയിട്ടൊന്നും കഴിക്കില്ല കേട്ടോ പതിവ്. എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകും. അവിടെ സിസ്റ്ററാണെന്നുണ്ടെങ്കിലും സിസ്റ്ററിൻ്റെ മകളാണെന്നുണ്ടെങ്കിലും നല്ല കുക്കാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ മകളാണിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ടാണ് കഴിക്കുക. എനിക്ക് നമ്മൾ എന്നും കഴിക്കുന്ന ഫുഡ്, നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നില്ലേ. അപ്പോൾ ഇങ്ങനെ മാറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. പിന്നെ എല്ലാവരും കൂടി കൂടിയിട്ടാവുമ്പോൾ സംസാരിച്ച് ഇങ്ങനെ റെഡിയാക്കുമ്പോൾ അതിന് വേറൊരു ഫീലല്ലേ. അപ്പോൾ ഇതാ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ പൊറാട്ട ഉണ്ടാക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതാ നമ്മുടെ പൊറാട്ട സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലൊക്കെ തൂവി കൊടുത്തിട്ട് വീണ്ടും ഇതിങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. പിന്നെന്താ, ഒരു പാനിൽ വെച്ച് അത് കുറച്ച് ഓയിലൊക്കെ ഇതാക്കിയിട്ട് നമ്മളത് ചുട്ടെടുക്കണം. അത് കഴിഞ്ഞ് ഒരു 4 എണ്ണമൊക്കെ ആവുന്ന സമയത്ത് ദാ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്ത നമ്മുടെ പൊറാട്ട സെറ്റായിട്ട് വരും. നോക്കിയേ, ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറാട്ടയെ പോലെ തന്നെയല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട്. പിന്നെ ഹോട്ടലിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങുന്ന പൊറോട്ട കുറച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥ. പക്ഷേ ഇതെപ്പോഴും സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ.